അൽഹംദുലില്ലാഹ് ഇന്ന് മുസ്ലിം ലീഗ് കേരളത്തിൽ വളരെയേറെ അവഗണിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പത്രങ്ങളും ചാനൽ TV വഴി എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെത്തുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടിയിൽ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി വനിതാ ലീഗിൻ്റെ നേതാവ് സീനത്ത് അവരെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മമ്മൂക്കോയ് മാസ്റ്റർ, മറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ ബഷീർ മാസ്റ്റർ, മറ്റ് വനിതാ നേതാക്കളായ ആരിഫ, സൗദ, മറ്റ് മുസ്ലിം ലീഗിൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹമെമ്പർ ഷഹബാൻ, സഹോദരന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും. ഇതര മതസ്ഥർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്നിവിടെ കോട്ടാമ്പറമ്പ് ശാഖയുടെ ഈ കുടുംബ സംഗമത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ആദ്യമായി അഭിനന്ദനം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കുടുംബ യോഗങ്ങൾ അല്ലെങ്കിൽ കുടുംബ സദസ്സുകൾ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ കൂടുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വെറും സാധാരണക്കാരായ സഹോദരന്മാരല്ല. കാരണം ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുടുംബ സദസ്സുകൾ വിളിച്ചു ചേർക്കേണ്ട ആവശ്യം വളരെയേറെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ സദസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 പ്രാവശ്യം ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങളോട് വരികയും നിങ്ങളെ കാണുകയും നിങ്ങളുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരെന്ന് പറയുമ്പോൾ അതൊരു ലീഗ് എന്ന പ്രസ്ഥാനം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, അതിൽ കവിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി, അതുപോലെ തന്നെ റമദാൻ മാസങ്ങളിലെ റിലീഫ് പ്രവർത്തനങ്ങളും, ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങാടിയിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തിട്ടുള്ളതായിട്ട്. അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നീങ്ങുന്ന ഒരു കമ്മിറ്റി ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിലുപരിയായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹോദരന്മാരും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു ചെറിയ താങ്ങായി തണലായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോഴത്തെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ അപേക്ഷിച്ച് മാത്രം മുൻനിർത്തി നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കാര്യങ്ങൾ നമ്മുടെ ഇത്ര സുരക്ഷിതരായിട്ട് നമ്മൾ സമാധാനത്തോടുകൂടി, പ്രത്യേകിച്ച് ഒരു റോഡ് സൈഡിൽ നമ്മളിങ്ങനെ സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കാനുള്ള ഈ അവസരം നമുക്ക് എങ്ങനെ തന്നു എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ പറയാം, UDF അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർക്ക് അവർക്ക് തണലായി കൂടി പ്രവർത്തിക്കുന്ന UDF എന്ന ആ ഒരു ശക്തിയുടെ കീഴിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ, അതായത് നമുക്ക് ഇത്രയും സമാധാനപരമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഇതിനു മുമ്പ് ശുപാർശ ചെയ്തത് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തന്നത് എന്താണ്, കേരളത്തിലെ പോലെ നമ്മൾ മുസ്ലിങ്ങൾ